ഹലോ ഗായ്സ്, തൃശ്ശൂർക്കാരി വ്ളോഗ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, തൃശ്ശൂർക്കാരി ബാക്കി എന്താ? തൃശ്ശൂർക്കാരി വ്ളോഗ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിക്കുട്ടൻ വിട്ടു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ വിട്ടു. പഠിച്ചിട്ട് പറയും. രേഷ്മ പറയും. പോയി പോയി. ഹലോ ഗായ്സ്, എന്നെ കൂടി തെറ്റിക്കും നിങ്ങള്. തൃശ്ശൂർക്കാരി വ്ളോഗ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാരാണ്? ദിസ് ഈസ് രേഷ്മ. അയ്യടാ, പഠിച്ച അവനോട്ടാ. ഹലോ ഗൈസ്, തൃശ്ശൂർക്കാരി വ്ളോഗ്സിലേക്ക് സ്വാഗതം. സെറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. ആശ എന്താ പണിതുകൊണ്ടിരിക്കണേ? ജിഷ്ണുവിനുള്ള തൊപ്പി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാമ്പക്കായ വന്നിട്ടുണ്ട് രേഷ്മ. മേക്കിംഗ് ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട് രേഷ്മ? സൂപ്പറാണല്ലേ? എല്ലാവരും നടന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ അവരെന്നൊക്കെ ഹെൽപ്പ് ചെയ്യണ്ട കേട്ടോ. ഉണ്ണിക്കുട്ടനൊന്നിങ്ങനെ പുകഴ്ത്തിയതാ ഞാൻ. ജിഷ്ണു ഉണ്ട്, രേഷ്മയുണ്ട് നടക്കുന്നത്. എന്തെങ്കിലും പറ, നമ്മുടെ ഫയർ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഫയർ ഡാൻസ് സൂപ്പറായിരുന്നു. തീകെടുത്തി തോടുകൂടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം? അതുപോലെ പൊയ്ക്കാലിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഉണ്ണിക്കുട്ടൻ. അതെ അതെ, ഇടയ്ക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കുക. ചാമ്പയ്ക്ക നിജാംപാക്ക്. ഫുള്ള് വെള്ളിയെന്ന്. ഓ മോനെ, ഫാൻ സ്വിച്ച് ഇട്ടിട്ട് വെച്ചേക്കണത്. സ്വിച്ച് ഇട്ടിട്ട് എങ്ങോ ഇത് ജസ്റ്റ് മിസ്. ജിഷ്ണുവിന്റെ തല അവ ഫാനിന്റെ ഇടയിൽ കൂടി ഫാൻ സ്വിച്ച് ഇട്ട് വെച്ചേക്കണ. അത് മനസ്സിലായി. പക്ഷെ ഇതിനൊക്കെ സമയമാണ്. അതൊക്കെ ടക്കട്ടൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാലേ ഞാനതൊന്ന് എഡിറ്റ് ചെയ്യണ്ട, അങ്ങനെ തന്നെ ഇടും. സംഭവങ്ങളൊക്കെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. എല്ലാ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഒരാളുണ്ട് ഇവിടെ. ഇതിലാക്കിയപ്പോ ലാസ്റ്റ് പക്ഷെ ഇതിലിടുമ്പോ ശേഷിക്കുന്നത് ശോഷിക്കാന്ന് ഉദ്ദേശിച്ചത്. അത് മേടിച്ചോണ്ടിരുന്ന അതേപോലെ തന്നെ. പിന്നെ തടി കുറഞ്ഞ പോലെ തടി കുറയേ അല്ല, ഇത് അതോരെ പാത്രത്തിലിടുമ്പോ കാണുമ്പോ തോന്നണതാ. തൊട്ടാവോടും. ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഒരു എത്ര മണിക്ക് ഇറങ്ങണത്? 3 മണിയോ 4 മണിയോ? 4 മണിക്ക് വിടണം. 3 മണി 3:30 പറഞ്ഞത്. 3:30 പോകുള്ളൂ. ഓക്കെ. ഞാൻ ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വ്ളോഗ് എടുക്കണ കാര്യമായിട്ടാവും. അത് കാരണം കൊണ്ടാണ് പാത്രത്തിൽ പകുതി ഭക്ഷണം. ഒരാൾ ചോറ് പ്ലസ് ദോശ പ്ലസ് ചാമ്പക്കായ. ഇനി എന്തിലുണ്ടോ?
ഉണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല, അത് മാത്രമല്ലോ കോഴിമുട്ട ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ രസം അറിയണ്ടേ? ഞങ്ങൾക്ക് അതിൻ്റെ രസം വേണ്ട. അങ്ങനെ ജിഷ്ണുവിൻ്റെ തൊപ്പിക്ക് പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ അവിടെ. ഇതാണ് നമ്മുടെ അടുത്ത ആർട്ടിസ്റ്റ് ഇവിടെ നിഷ്കുവായിട്ട് നിൽക്കുന്നുണ്ട്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം രേഷ്മ? ഹാപ്പി അല്ലേ? സെറ്റല്ലേ? പൊരിക്കണ്ട പോയിട്ട്? മണം ഭയങ്കര അല്ലേ? കോസ്റ്റ്യൂമൊക്കെ കിട്ടും നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. സെറ്റല്ലേ? രേഷ്മയുടെ കിരീടം ഇവിടെ സെറ്റാണ്. ജിഷ്ണുവിൻ്റെ കിരീടം അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഫുള്ള് ബ്ലാക്ക് ആണോ? അവൻ്റെ കോസ്റ്റ്യൂമും ബ്ലാക്കാണ്. ചെടി ഇവിടെ വളർന്ന് സെറ്റായിട്ടുണ്ട്. വീട്ടിൽ വളർന്നുണ്ട് കേട്ടോ. സിൽവർ പെയിന്റ് അവൻ പറഞ്ഞല്ലോ സിൽവർ അടിക്കണമെന്ന്. ആ അപ്പം എവിടെ സിൽവർ എവിടെ കൊടുക്കാനാ? കൈമയുണ്ട്. ഒന്നുകൂടി ചേച്ചേ. അങ്ങനെ നമ്മുടെ കിരീടത്തിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അത് പറയാൻ നിൽക്കുമ്പോഴത്തേനും ഒരാൾ അട്ടഹസിച്ചു. സിൽവർ വന്നു കഴിഞ്ഞാലേ സിൽവർ ഇങ്ങനെ പൂശി കൊടുക്കുക. ഇത് ബാക്ക് സൈഡ് അല്ലേ? സ്വന്തമായിട്ട് കിരീടം ഉണ്ടായിട്ട് സ്വന്തമായിട്ട് തന്നെ വെച്ച് ആസ്വദിക്കുന്നു. സൂപ്പറായിട്ട് കേട്ടോ. അയ്യോ അത് ഇടുവോ? ഞാൻ ഇടും. കൊള്ളാം കൊള്ളാം. ആ പെയിന്റ് മൊത്തപ്പം മുഖത്താവും. അയ്യോ അത് മതിൽ പഠിച്ച് താഴ്ത്തിക്ക് എടുത്തിട്ടുണ്ടോ? അതിലേ ഈ ഡിസൈനൊക്കെ ചെയ്തത് കാണണമെങ്കിൽ വേറൊരു കളറും കൂടി വരണം കേട്ടോ, എന്നാലേ അറിയുള്ളൂ. ഇതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് വേറെ കളറിൽ ഡിസൈൻ കൊടുത്താലേ അറിയുള്ളൂ. സമയം പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്ക്. വെറുതെ ഇനിയിപ്പോൾ സ്വപ്നം കണ്ട പോലെ നേരം വഴുകണ്ട. പ്രോഗ്രാമിന് പോവാൻ നേരം വഴിക്കുന്ന സ്വപ്നം കണ്ട എനിച്ചാളാ. ആ ഈ രേഷ്മയ്ക്ക് എരിയണു. രേഷ്മ നമ്മുടെ പൊയ്ക്കാലുകൾ ഇതാ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പൊയ്ക്കാലിന് എല്ലാറ്റിനും ബാഗ് അടിച്ചിട്ടുണ്ട്. ഇത് രേഷ്മയുടെ പൊയ്ക്കാലിയൊക്കെയുള്ളത്. ഇത് രണ്ടെണ്ണം ഇവരുടെ യദു, ജിഷ്ണു, ശങ്കർലാലേട്ടൻ. കമോണ്ട്രാ ഹെൽപ്പ് ചെയ്യ്. ഞാൻ വീഡിയോ എടുക്കണ കാരണം കൊണ്ടാട്ടാ. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അത് കെട്ടാനാ, ബാഗിലേക്ക് വെക്കാൻ വേണ്ടി കെട്ടാൻ. 1 2 3 4. ആ അതൊക്കെ കെട്ടിയതാ. അത് ജിഷ്ണു കെട്ടിയത് തോന്നുന്നു. നീ കെട്ടാളത് ഇതാ. നാല് മണി രേഷ്മയുടെ പോയിക്കാല്. നമ്മൾ ആപ്പ ഊപ്പ ടീംസ് അല്ല, സ്റ്റാൻഡേർഡ് ടീംസ് അല്ലേ. വീഴാൻ പോകുന്നുണ്ടോ? അടിതെറ്റിയാൽ ശങ്കർലാലും വീഴും. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ അല്ലേ?
ഇത് ഈ സംഭവം വെക്കണം കേട്ടോ, ജിഷ്ണുവിൻ്റെ. അപ്പം ആ ചെറുതിൽ വെച്ച് നോക്കിയേ, രേഷ്മയുടെ പൊയ്ക്കാലിൻ്റെ ബാഗിൽ വെച്ചോ, അത് നല്ലത്. എക്സ്ട്രാ കൈ പിടിക്കുന്നത് നിന്റെ ബാഗിൽ ഉണ്ടാവേണ്ട സാധനം എന്താണെന്ന് അറിയോ? തോർത്തുമുണ്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ. ആ പിന്നെന്താ വേണ്ടത്? എന്താ വെക്കണ്ടത്? നിന്റെ ബാഗിൽ നീ കൈ പിടിക്കുന്ന ബാഗിൽ ചിറകിൻ്റെ വടിയേ. ഇതന്നെ ഡ്രസ്സ് ബാഗിൽ വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇവരെല്ലാവരും ഒരുങ്ങുന്നത് അവിടെ പോയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനും ഒരുങ്ങി സെറ്റായിട്ട് ഇരിക്കാൻ കേട്ടോ. അങ്ങനെയുണ്ട് ഒരുങ്ങിയത്. ഇവിടെ എന്താണെന്ന് അറിയില്ല, ഇവിടെ മാത്രം കുറേ നേരമായിട്ട് കറണ്ടില്ല. അത് കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഫാൻ കറങ്ങുന്നില്ല എന്ന് അവൾ എടുത്ത് കാണിച്ചു തരുന്നു. എന്ത് കാര്യത്തിനോ എന്തോ ഒറിജിനാലിറ്റി പറയാൻ. സ്പീക്കറിനോട് കൈ വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ടില്ല കേട്ടോ. സ്പീക്കറിനോട് കയ്യില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം 3:45. അങ്ങനെ നോക്കേണ്ട കണ്ണാടില്ല കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ എഴുതിയതൊക്കെ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വീശിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂട്, അതുമാതിരി വയർപ്പ് വരുന്ന കാരണം കൊണ്ട് ഇതൊക്കെ ഉരുകി ഒലിച്ച് സെറ്റാവുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവാണ്. പിള്ളേർ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ഥലത്തേക്ക് പോയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും കൂടി വരും, നമ്മൾ പ്രോഗ്രാമിന് പോവും ഇല്ലേ? ഓക്കെ അല്ലേ? ക്യാമറമാൻ പറയൂ. ആള് തമ്പടിച്ചിട്ടുണ്ട്. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ ഇതാ പ്രോഗ്രാമിന് പോവുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹായ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോണത്. കുറേ സാധനങ്ങളുള്ള കാരണം കൊണ്ട് ഓട്ടോയിലാണ് പോണത്. എല്ലാം ഉണ്ട് ബോക്സിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിത് ഞാൻ അവിടെ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? ഇല്ല അല്ലേ? ഇവളുടെ കൂടി മേക്കപ്പ് വരുമ്പോൾ സെറ്റാവും. മീഡിയം. മീഡിയം അത്ര. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലാത്ത കാരണം കൊണ്ട് എനിക്കെന്തോ ഓവർ പോലെ. ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ, വേറെ മേക്കപ്പ് ഒന്നുമില്ല. അതെൻ്റെ ചാവി എടുത്തിട്ട് തുറന്നിട്ട് വന്ന്. തലയിൽ എന്തുണ്ട് കേട്ടോ, മാറാലെന്തുണ്ട്. ആരോട് പറയണ്ട, ആരും കേട്ടിട്ടില്ല. നമ്മുടെ പൊയ്ക്കാല് 2 അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം വെക്കാൻ നോക്കുന്നുണ്ട്. രേഷ്മ നടന്നു വരണേ. രേഷ്മ നീ വെട്ട് എന്നോട് ഈ ചതി വേണ്ട. അല്ല, നല്ല റോഡുണ്ട്, അതുകൂടെ ഞാൻ നടന്നു വന്നു. ഈ റോഡൊക്കെ നടക്കുമ്പോ കൈ പിടിക്കാം കേട്ടാ. ഇതൊക്കെ ഇറങ്ങുമ്പോ കൈ പിടിക്കാം, സീനില്ല. ഇവർക്ക് നോക്കൊന്നും നേരെ കിട്ടൂടെ. നേരെയൊക്കെ പറയാട്ടാ. ഇന്ന് തന്നെ നേരെ വെക്കണോ?
അങ്ങനെ നമ്മളിത് പരിപാടി സ്ഥലത്ത് എത്തി. ഇവിടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈറ്റ് ബൾബില്ലടാ, ആ ബൾബുണ്ടോ? മറ്റേ ചായ മുഖം തുടയ്ക്കാനായിട്ടുള്ള തോട്ടം വാങ്ങിയിട്ടുണ്ട്. കലക്കിയത് മാത്രം. ഇരിക്കണ ഓണാണോ? വീഡിയോ ഓണാണോ? ഓൾറെഡി പുരിക്കം ഉള്ള കാരണം കൊണ്ട് സീനില്ല. ജസ്റ്റ് കറുപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് മേക്കപ്പ് ചെയ്യുന്നു. പറഞ്ഞ പോലെ എല്ലാ ഓക്കെ അല്ലേ? അവിടെ ഞാൻ ആളുകളെ വിളിക്കാം. ഇതെങ്ങനെ ചെയ്ത് ചോദിച്ചോക്കാം. കൈ വെച്ചതിൻ്റെ അവിടെ കുറച്ച് പോയിട്ടുണ്ട്. അതന്നെ ഇതില് ഞാൻ ആളത്രയ്ക്ക് ഉറപ്പ് പോയി. എന്തൊക്കെയാ സാധനം പഠിപ്പിച്ചാൽ നമ്മൾ പഠിക്കും. ശങ്കരേട്ടാ നോക്കിയാ ഇനി ഇതിന്റെ സൈഡ് കൂടെ വരയ്ക്കണ്ട. കാട്ടാളുടെ പിരിക്കുന്ന വരച്ചെടുത്തണം. അവൾക്ക് ഓൾറെഡി പിരിക്കാൻ നല്ലോണം ഉണ്ട്. ഞാൻ പറ്റില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. എപ്പോ വീഡിയോ എടുക്കുമ്പോഴതെ ജിഷ്ണുവിന്റെ മേക്കപ്പ് പൊന്നു. തൊപ്പി പ്ലസ് ഫോട്ടോ ഉണ്ട്. മേക്കപ്പ് ചെയ്തപ്പോ വേറെ ആരോണിയ പോലെ ഈ വിഷമം. ഞാനിങ്ങനെയല്ല, ഇത് വേറെ ഏതാണ്. കൊറേ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുണ്ട് അവിടെ മാത്രമല്ല, ഇവിടെ ഉണ്ട്. എനിക്ക് എത്താത്ത ദിവസമുണ്ട്. കുറച്ച് വളർന്നാൽ മതി. നീ അങ്ങനെ ചെയ്യേണ്ടി വരും.
ആ ഇതാ അത് കുത്തിക്ക് അധികം മുടങ്ങിട്ടല്ലോ അത് കുത്തിയ പോരെ ഇവിടൊക്കെ വെള്ളം വന്നിട്ട് വലിയ വേണോ കൈ കളയുന്നു അത് കറക്റ്റായിട്ട് കാണില്ല ചെറു കണ്ണടയൊക്കെ വ്യത്യസ്തമായ തലകൾ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളും തീരാനാ ഞങ്ങൾ ക്ഷീണിച്ചെന്ന് വിചാരിക്കണ്ട ഞങ്ങൾ തളർന്ന ഉഷാറുകളാണ് തളർന്ന ഉഷാറുകളോ അതെന്താ സാധനം
എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. ഡാൻസ് കളിക്കുമ്പോൾ ഒരു തപ്പിപ്പിടുത്തുണ്ടായിരുന്നു. ആ. അല്ലാതെയൊക്കെ ഓക്കെ. ഓക്കെ അല്ലേ? അതിന്റെ ടയറും ചെറുതായിട്ട് നേരത്തെ തലവേദന ഉണ്ടല്ലേ? ശരി. ഓക്കെ. ഇതാ ഇവിടെ ബാൻഡ് സെറ്റിൻ്റെ ആൾക്കാരെ ചേട്ടന്മാരൊക്കെ താഴെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു. അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാ അവിടെ കിടക്കുന്നുണ്ട്. ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ. അത് ഈ മഞ്ഞ വിളിച്ച കാരണം ഉണ്ടോ? ആകെ ഭയങ്കര മഞ്ഞ മഞ്ഞ. ഇത് യൂട്യൂബ് ചാനലാട്ടോ. യൂട്യൂബാ. ലോഡിയ പൊള്ളിക്കുക. നമ്മൾ പറഞ്ഞ കാലം വന്നടങ്ങിട്ടാ. ഒപ്പനം ഒരു കാലത്ത് ഇത്